നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെതായൊരു ഫലമുണ്ടാവും അല്ലേ? പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ഫലം എപ്പോഴാണ് നമ്മളെ തേടിയെത്തുന്നതെന്ന്? എങ്ങനെ കർമ്മം അങ്ങനെ ഫലം. വാ നമുക്ക് ഈ വിഷയത്തിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ കർമ്മഫൽ കാ ഭോഗ് അനിവാര്യ എന്ന ഹിന്ദി പുസ്തകത്തെ ആധാരമാക്കിയാണ്. അപ്പോൾ ഈ പുസ്തകമാണ് നമ്മുടെ ഇന്നത്തെ വഴികാട്ടി. നമ്മളിൽ പലർക്കും തോന്നാറുള്ള ഒരു സംശയമുണ്ട്. നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിന്റെ ഫലം എന്തുകൊണ്ടാണ് അപ്പോൾ തന്നെ കിട്ടാത്തത്? നല്ലത് ചെയ്താലും ശരി, ചീത്ത ചെയ്താലും ശരി, അതിന്റെ ഒരു റിസൾട്ട് വരാൻ എന്താ ഇത്ര താമസം? എന്തായിരിക്കും അതിന് പിന്നിലെ കാരണം? അതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് കർമ്മത്തിന്റെ ആർക്കും ലംഘിക്കാൻ പറ്റാത്തൊരു നിയമത്തിലാണ്. നമുക്കതിലേക്ക് ഒന്ന് വിശദമായി നോക്കാം. നോക്കൂ, ഈ കർമ്മനിയമം എന്ന് പറയുന്നത് ഒരു പരമമായ സത്യമാണ്. അതിൽ നിന്ന് ആർക്കും, ഒരൊറ്റ ആൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അത് നല്ലതായാലും മോശമായാലും ഇന്നോ അല്ലെങ്കിൽ നാളെ നമ്മൾ അനുഭവിച്ചേ തീരൂ. ഫലം വരാൻ കുറച്ചു വൈകിയേക്കാം, പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ രക്ഷപ്പെട്ടു എന്നല്ല, ഒരിക്കലുമല്ല. ഈ നിയമം നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് മാത്രമുള്ളതാണെന്ന് കരുതരുത്. സാക്ഷാൽ ദൈവീക അവതാരങ്ങൾക്ക് പോലും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ ഒരു സംഭവം കേൾക്കുമ്പോൾ നമുക്കത് ശരിക്കും മനസ്സിലാവും. അപ്പോ കഥ ഇങ്ങനെയാണ്. ഒരു കാട്ടിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ തിളങ്ങുന്ന പാദം കണ്ട ഒരു വേടൻ അതൊരു മാനിന്റെ കണ്ണാണെന്ന് തെറ്റിദ്ധരിച്ചു. അയാൾ ഒട്ടും താമസിച്ചില്ല, നേരെ അമ്പെയ്തു. പക്ഷേ തനിക്കു പറ്റിയ ആ വലിയ തെറ്റ് തിരിച്ചറിഞ്ഞ നിമിഷം അയാളാകെ തകർന്നുപോയി. സഹിക്കാനാവാത്ത കുറ്റബോധത്തോടെ അയാൾ ഭഗവാന്റെ കാൽക്കൽ വീണ് മാപ്പിനായി കേണു. അപ്പോ ഭഗവാൻ കൃഷ്ണൻ വളരെ ശാന്തനായിട്ട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട. എന്റെ കഴിഞ്ഞ ജന്മത്തില് ഞാൻ രാമനായിരുന്നപ്പോ ഒളിച്ചിരുന്ന് നിന്നെ, അതായത് വാലിയെ, ഞാൻ വധിച്ചിരുന്നു. അന്ന് ചെയ്ത ആ കർമ്മത്തിന്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കിയേ, സാക്ഷാൽ ഭഗവാന് പോലും കർമ്മഫലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കാര്യമെന്താകും? അപ്പോ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും. ശരി, ഭഗവാൻ പോലും കർമ്മഫലം അനുഭവിക്കണം, സമ്മതിച്ചു. പക്ഷെ പിന്നെന്തിനാണീ കാലതാമസം? അപ്പൊ തന്നെ ഫലം കിട്ടിയാൽ പോരെ? അതിനുള്ള ഉത്തരം ഇതാണ്. ഇതൊരു വലിയ പരീക്ഷണമാണ്, നമ്മുടെ മനസാക്ഷിയുടെ ഒരു പരീക്ഷണം. അതെ, ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് അവന്റെ വിവേകം, അതായത് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ആ കഴിവ്, ആ ഒരു മനസ്സാക്ഷി വളർത്തിയെടുക്കാൻ പറ്റുമോ എന്ന് കാണാനുള്ള ഈശ്വരന്റെ ഒരു ടെസ്റ്റാണിത്. നമ്മുടെ ബോധത്തെയും ഇച്ഛാശക്തിയെയും വളർത്താനുള്ളൊരു വഴി. ഒരു മൃഗത്തിന് നമുക്ക് പേടിപ്പിച്ച് നിയന്ത്രിക്കാൻ പറ്റും, അല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ച്. അപ്പൊ തന്നെ ഒരു ശിക്ഷ കൊടുത്താൽ അത് അനുസരിക്കും. പക്ഷേ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല. നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് പേടിയല്ല, മറിച്ച് നമ്മുടെ മനസ്സാക്ഷിയാണ്, നമ്മുടെ സ്വന്തം തീരുമാനങ്ങളാണ്. നമുക്ക് കിട്ടുന്ന തിരഞ്ഞെടുപ്പുകളിലൂടെ വളരുക, അതാണ് മനുഷ്യന്റെ ലക്ഷ്യം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മളൊരു നുണ പറയുമ്പോ അപ്പ തന്നെ നാവിലൊരു പൊള്ളല് വന്നാല് എന്തായിരിക്കും അവസ്ഥ? പിന്നെ നമ്മൾ സത്യം പറയുന്നത് നന്മ കൊണ്ടായിരിക്കുമോ? അല്ല, പേടികൊണ്ടായിരിക്കും. നമ്മുടെ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ആ കഴിവുണ്ടല്ലോ, ആ ഇച്ഛാശക്തി, അതൊരിക്കലും വളരില്ല. ശരിക്കും പറഞ്ഞാല് നമ്മളും ട്രെയിൻ ചെയ്തെടുത്ത മൃഗങ്ങളെപ്പോലെ ആയിപ്പോവും. അതുകൊണ്ട് കർമ്മഫലം എന്ന് പറയുന്നത് ഈശ്വരൻ തരുന്ന ഒരൊറ്റ വിധി മാത്രമല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും 3 തരത്തിലുള്ള വിചാരണകൾ നമ്മൾ നേരിടുന്നുണ്ട്. അതിലൊന്നാമത്തേത് സമൂഹത്തിന്റെ വിധിയാണ്. രണ്ടാമത്തേത് നമ്മുടെ സ്വന്തം മനസ്സിന്റെ വിധി. പിന്നെ മൂന്നാമത്തേതും ഏറ്റവും അവസാനത്തേതുമാണ് ദൈവികമായ വിധി. ഈ 3 കോടതികളിലും നമ്മൾ കണക്കു പറയേണ്ടി വരും. നമുക്ക് ആദ്യത്തേത് നോക്കാം, സമൂഹം. നമ്മളൊരു തെറ്റു ചെയ്താൽ സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തും, അവിശ്വസിക്കും, മറ്റുള്ളവരുടെ സഹായമോ പിന്തുണയോ പിന്നെ നമുക്ക് കിട്ടാതെയാകും. ഒരു തവണ ചതിച്ച ഒരാളെ പിന്നെ ആരെങ്കിലും പൂർണ്ണമായി വിശ്വസിക്കുമോ? ഇല്ലല്ലോ. ഇനി രണ്ടാമത്തെ വിചാരണ, അതാണ് ആത്മഗ്ലാനി. അതായത് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ തന്നെ വേദനിപ്പിക്കുന്ന ആ ഒരു കുറ്റബോധം. ഇത് പുറമേ ഉള്ളൊരു ജയിലിനേക്കാളും ഭീകരമായൊരു ശിക്ഷയാണ്. കാരണം ഇതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് ചിലപ്പോൾ ലോകത്തിൽ നിന്ന് മുഴുവൻ നമുക്ക് മറച്ചുവെക്കാൻ പറ്റിയേക്കും. പക്ഷേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മളിൽ നിന്ന് അത് മറയ്ക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ആ ഉള്ളിലെ ശബ്ദം, ആ കുറ്റബോധം നമ്മളെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. നമ്മുടെ മനസ്സമാധാനം അതോടെ പോകും. നമ്മൾ കുറച്ചു മുൻപ് ഇച്ഛാശക്തിയെക്കുറിച്ചും സ്വന്തം തീരുമാനങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചില്ലേ? അപ്പോ
ആ ഇച്ഛാശക്തിക്ക് നമ്മുടെ വിധിയെ തന്നെ മാറ്റിയെഴുതാൻ പറ്റുമോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു കൊച്ചു കഥയിലൂടെ നമുക്ക് നോക്കാം. ഒരിടത്ത് ഒരു വൃദ്ധയുണ്ടായിരുന്നു. ജീവിതകാലം മുഴുവൻ ഒരുപാട് പുണ്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ച ഒരാള്. അവരുടെ മരിക്കാനുള്ള സമയമെത്തിയപ്പോ സ്വർഗത്തിൽ നിന്ന് വിഷ്ണുദൂതന്മാർ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നു. പക്ഷെ ആ സ്ത്രീക്കൊരാഗ്രഹം, എനിക്കൊരു വർഷം കൂടി ജീവിക്കണം. അവരുടെ ആഗ്രഹം സാധിച്ചു കിട്ടി. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ? ആ കിട്ടിയ ഒരു വർഷം കൊണ്ട് അവരെ അത്യാഗ്രഹത്തിനടിമയായി ഒരുപാട് തെറ്റായ വഴികളിലൂടെ സമ്പാദിക്കാൻ തുടങ്ങി. ഒടുവിൽ ഒരു വർഷം കഴിഞ്ഞു. ഇത്തവണ അവരെ കൊണ്ടുപോകാൻ വന്നത് യമദൂതന്മാരായിരുന്നു, നരകത്തിലേക്ക് കൊണ്ടുപോകാൻ. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്താണ്? ആ സ്ത്രീയുടെ വിധി നേരത്തെ എഴുതിവെച്ച ഒന്നായിരുന്നില്ല, അല്ലേ? അവർക്ക് കിട്ടിയ ആ അധിക സമയത്ത് അവരെടുത്ത തീരുമാനങ്ങളാണ് അവരുടെ അവസാനത്തെ യാത്ര എങ്ങോട്ടായിരിക്കണമെന്ന് തീരുമാനിച്ചത്. ഇതിനർത്ഥം നമ്മുടെ ഇപ്പോഴത്തെ പ്രവൃത്തികൾക്ക് നമ്മുടെ ഭാവിയെ മാറ്റിയെഴുതാനുള്ള ശക്തിയുണ്ടെന്നാണ്. അപ്പോ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്നുള്ള പ്രധാന ആശയം എന്താണ്? എന്താണ് ഇതിന്റെയെല്ലാം കാതൽ? പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ തന്നെ വളരെ ശക്തമായൊരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നു, ലോകത്തെ മാറ്റാനുള്ള നമ്മുടെ കഴിവ് വരുന്നത് ഏതെങ്കിലും അത്ഭുതങ്ങളിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ ശക്തമായ, ശാക്തീകരിക്കപ്പെട്ട ചിന്തകളുടെ കരുത്തിൽ നിന്നാണ്. അതുകൊണ്ട് മനുഷ്യത്വത്തിന്റെ യഥാർത്ഥ ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എന്ത് സംഭവിക്കുമെന്ന് പേടിച്ചിട്ടല്ല, മറിച്ച് നമ്മുടെ മനസാക്ഷി പറയുന്നു ഇതാണ് ശരി എന്ന് തോന്നുന്നതുകൊണ്ട് മാത്രം നീതിയുടെയും ധർമ്മത്തിന്റെയും വഴി തിരഞ്ഞെടുക്കുന്നതാണ്. ആ പേടിയെ മറികടന്ന് നമ്മുടെ ഉള്ളിലെ വിവേകം പറയുന്നത് കേൾക്കുക, അതാണ് യഥാർത്ഥ ലക്ഷ്യം. അതുകൊണ്ട് അവസാനം പറയാനുള്ള പാഠം ഇതാണ്: യഥാർത്ഥ മനുഷ്യത്വം എന്നത് ശിക്ഷ കിട്ടുമോ എന്ന് പേടിച്ച് ജീവിക്കുന്നതല്ല, മറിച്ച് നമ്മളെ ആരും കാണുന്നില്ലാത്തൊരു സാഹചര്യത്തിലും ശരിയായ വഴി തിരഞ്ഞെടുക്കുന്നതാണ്. ഇനി അടുത്ത തവണ നിങ്ങളുടെ മുന്നിൽ ഒരു തീരുമാനമെടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഒരു നിമിഷം സ്വയം ചോദിക്കുക, എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്റെ പേടിയാണോ അതോ എന്റെ മനസ്സാക്ഷിയാണോ?